ഇപ്പോൾ ചെയ്ത് സൂചിപ്പിച്ച പോലെ തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ രേണുരാജ്, SP, CCF, MLA ഓർക്കേളു, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് CCF-ൽ നിന്ന് ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനെ കുറിച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് ലഭ്യമായി തുടങ്ങുന്നുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. നഷ്ടപരിഹാരം ആയിട്ട് ആദ്യ ഗഡു 5 ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം ജോലി നൽകാനുള്ള അധികാരമില്ല. സ്ഥിരം ജോലിയുടെ കാര്യം സർക്കാർ തലത്തിൽ തീരുമാനത്തിനായി നൽകും. CCF-ന്റെ മറുപടിയിൽ ഈ യോഗത്തിലെത്തിയ ആളുകൾ വലിയ രോഷാകുലരാകുന്നുണ്ട്. യോഗത്തിൽ വലിയ വാക്കേറ്റം നടക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. കമൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകും. കമലിലേക്ക് പോകാം. കമൽ, യോഗത്തിലും വലിയ യോഗത്തിൽ കമൽ പറയൂ. യോഗത്തിൽ ഇത്തരത്തിൽ ഒരു വാക്കേറ്റം ഉണ്ടായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതായത് CCF പറഞ്ഞ മറുപടി യോഗത്തിനെത്തിയവർക്ക് സ്വീകാര്യമായില്ല. അതിൻ്റെ പേരിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു. ആനയെ മയക്കുവെടി വെച്ച മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റും എന്നാണ് CCF യോഗത്തിൽ പറഞ്ഞത്. അതുപോലെ നഷ്ടപരിഹാരത്തിൻ്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകും. സ്ഥിരം ജോലിയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാൻ കഴിയില്ല, ആ ശുപാർശ സർക്കാരിന് നൽകും തുടങ്ങിയ കാര്യങ്ങൾ CCF യോഗത്തെ അറിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിൽ രോഷാകുലരായ യോഗത്തിന് എത്തിയവർ പ്രതിഷേധിച്ചു എന്നും പറയുന്നു. അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി. യോഗം നടക്കുന്നത് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലാണ്. ജില്ലാ കളക്ടർ രേണുരാജ് ഉണ്ട്. 2 MLA-മാർ ഓർക്കേളു MLA-യും IC ബാലകൃഷ്ണൻ MLA-യും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. വനം വകുപ്പിനെ പ്രതിനിധീകരിച്ച ഉത്തരമേഖല CCF KS ദീപ പങ്കെടുക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയും യോഗത്തിലുണ്ട്. എന്തായാലും ഈ CCF പറഞ്ഞ മറുപടി യോഗത്തിനെത്തിയവർക്ക് സ്വീകാര്യമായില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കമൽ, അതായത് ഈ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. അതിവൈകാരികമായിട്ടുള്ള രോഷപ്രകടനമാണ്, പ്രതിഷേധമാണ് ജനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും യോഗം ഇങ്ങനെ നീളുന്നു. വാക്കുതർക്കമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും യോഗം നീളാൻ തന്നെയല്ലേ സാധ്യത, അല്ലേ? യോഗം ഏത് തരത്തിൽ തീരുമാനം ആകുമെന്ന കാര്യം അറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഈ പറഞ്ഞതുപോലെ CCF പറഞ്ഞതിൽ പ്രതിഷേധമുണ്ടായെങ്കിൽ കൂടി ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരുപക്ഷെ പരിമിതി ഉണ്ടാകും. ഇക്കാര്യത്തിൽ മന്ത്രിതലത്തിലോ സർക്കാർ തലത്തിലോ ഈ യോഗത്തിലുള്ളവരുമായി ബന്ധപ്പെട്ട് അത്തരമൊരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. മുഖ്യമന്ത്രിയോ വനം മന്ത്രിയോ ജില്ലാ കളക്ടറുമായോ അല്ലെങ്കിൽ അവിടെയുള്ള ജനപ്രതിനിധികളുമായോ ബന്ധപ്പെട്ട് ഇതിലൊരു തീരുമാനമുണ്ടാക്കേണ്ട അവസ്ഥയാണുള്ളത്. കാരണം സിറ്റുവേഷൻ വളരെ മോശമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ 7:30 മരിച്ച ഒരാളുടെ മൃതദേഹമാണ്. കടുത്ത വെയിലാണ് വയനാട്ടിൽ. ആ വെയിലത്ത് റോട്ടിൽ വെച്ച ആളുകൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും കൂടിയിരുന്ന, തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ആളുകൾ ഇരുന്ന യോഗം കൂടുന്നതിനേക്കാൾ അക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ചീഫ് സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ വനം മന്ത്രിയോ നേരിട്ട് ഈ യോഗത്തിലുള്ളവരുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പുറത്തറിയില്ല. പക്ഷേ അങ്ങനെ ഇക്കാര്യത്തിൽ തീരുമാനമാകുള്ളൂ. MLA-മാരും CCF-ഉം കളക്ടറും ഇരുന്നതുകൊണ്ട് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മുഴുവൻ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതിന് സർക്കാർ തലത്തിലാണ് തീരുമാനം വരേണ്ടത്. കമൽ പറഞ്ഞത് തന്നെ. കമൽ, നമ്മൾ വയനാട്ടിൽ പലതരത്തിലുള്ള വന്യജീവി പ്രശ്നങ്ങളിൽ പ്രതിഷേധമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ് അവരുടെ. പക്ഷേ ഗതികേടാണ് വയനാട്ടുകാരുടേത്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആബാലവൃദ്ധം ജനങ്ങളും ഒരുപോലെ പ്രതിഷേധിക്കുകയാണ്. ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവരുടെ അവസ്ഥ, ഏറ്റവും മോശം അവസ്ഥയെ, ഗതികേടിനെ പറ്റി അവർ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഒരു മൃതദേഹം അവിടെ പൂർണ്ണമായും ചേതനയേറ്റൊരു മനുഷ്യന്റെ മൃതദേഹം അവിടെ കിടക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയൊക്കെ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും വൈകാരികമായിട്ടുള്ള ഒരു വേളയാണ്, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ്. ജനപ്രതിനിധികളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, MLA-മാർ 2 പേരും. എന്തുകൊണ്ട് വൈകുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഇനിയും ഉണ്ടാകുന്നില്ല വകുപ്പ് മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഭാഗത്തു നിന്ന്? അക്ഷയ, ജനങ്ങളുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകും. കാരണം സംശയമില്ല, അതിദാരുണമായ ഒരു സംഭവമാണ് ഈ പടമലയിൽ ഉണ്ടായത്. നമുക്കറിയാം, കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിലൊക്കെ മരിക്കുമ്പോൾ അത് ഒന്നുകിൽ പല സ്ഥലത്ത് വനത്തിനകത്തോ അല്ലെങ്കിൽ വനത്തോട് ചേർന്ന സ്ഥലത്തൊക്കെ ആനയുടെ മുന്നിൽ പെട്ടുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കടുവയുടെ മുന്നിൽ പെട്ടുപോകുന്ന അവസ്ഥ. ഇതല്ല, ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ. ആന റോട്ടിൽ നിന്ന് കയറി വന്ന് ഗേറ്റ് തകർത്ത് ഒരാളെ പിന്തുടർന്ന് കൊലപ്പെടുത്തുകയാണ്. അത് എല്ലാവരിലും ഒരു അരക്ഷിത ബോധമാണ് ഉണ്ടാക്കുന്നത്. കാരണം നാളെ ആർക്കും ഇത്
സംഭവിക്കാം. വീട് മുറ്റത്ത് പോലും സുരക്ഷിതരല്ല. ഇത് വനം 1.5 കിലോമീറ്റർ അകലെ ഉണ്ടെങ്കിൽ കൂടി ഇത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ആളുകൾ എത്രയോ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു പ്രദേശം. അവിടെ മതിലും ഗേറ്റും ഒക്കെയുള്ള വീട്. അവിടെ മുറ്റത്തേക്ക് ആന ഗേറ്റ് തകർന്ന് ഒരാളെ പിന്തുടർന്ന് വന്ന് കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ച് വനാതിർത്തിയിലുള്ള ജനങ്ങൾക്കെല്ലാം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായും പ്രതിഷേധിക്കും. പക്ഷേ സർക്കാർ അതിനനുസരിച്ച് അതിൽ ഇടപെട്ട തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. വയനാട്ടിലെ ഉദ്യോഗസ്ഥരോ വയനാട്ടിലെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ എടുക്കേണ്ട തീരുമാനങ്ങളല്ല, അത്തരം ആവശ്യങ്ങളല്ല ജനങ്ങൾ ഉന്നയിക്കുന്നത്. അത് സർക്കാർ തലത്തിൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇടപെട്ട ഈ ചർച്ചയിലുള്ളവരുമായി ആശയവിനിമയം നടത്തി എടുക്കേണ്ട തീരുമാനങ്ങളാണ് അത്തരത്തിലുള്ള. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം, അജിയുടെ കുടുംബത്തിന് നൽകണം എന്നുള്ളതാണ് ആവശ്യം. അജിയുടെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി വേണം, കുട്ടികളുടെ പഠനം ഏറ്റെടുക്കണം, അജിയുടെ കടം ഏറ്റെടുക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ യോഗത്തിൽ CCF മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം, പരിഹാരം എന്ന് പറയുന്നത് ആനയെ തുരത്താൻ കുറെ ശ്രമിച്ചു, ആനയെ മയക്കുവെടിവെക്കും, മുത്തങ്ങയിലെ വന്യജീവി കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. ഈ നഷ്ടപരിഹാരം 50 ലക്ഷത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് 5 ലക്ഷം രൂപ തിങ്കളാഴ്ച ആദ്യ ഗഡുവായി നൽകും. അതേസമയം തന്നെ ഭാര്യയ്ക്കൊരു സ്ഥിരം ജോലി എന്നുള്ളത് വനംവകുപ്പിന് അങ്ങനെ ഒരു ജോലി നൽകാൻ സാധിക്കില്ല. അത് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് CCF പറയുന്നത്. പക്ഷേ CCF ഈ പറഞ്ഞ കാര്യത്തിലും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഈ യോഗത്തിൽ തന്നെ വാക്കേറ്റവും വാക്കുതർക്കവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അവിടുന്ന് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമലും ഷെയ്ദും എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുന്നു.